നമ്മൾ ഓർക്കുക ഫ്രാൻസിസ് മാർപ്പാപ്പ തിരഞ്ഞെടുത്ത പേര് ഫ്രാൻസിസ് അസീസിയുടെ പേരാണ്. അപ്പം ഫ്രാൻസിസ് അസീസിയുടെ സെക്രട്ടറിയും കുമ്പസാരക്കാരനും അസിസ്റ്റന്റും ഒക്കെ ആയിരുന്നു ലയോ ബ്രദർ, മനസ്സിലായില്ലേ? അപ്പം ഫ്രാൻസിസ് തൻ്റെ ഇഹലോക ജീവിതം അവസാനിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു ഹെറിറ്റേജ് കൈമാറ്റം ചെയ്യുന്നത് ലയോക്കാണ്, അദ്ദേഹത്തിന്റെ സെക്രട്ടറിക്ക്. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന കർദിനാളാണ് റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ്. അപ്പം ഒരു ഫ്രാൻസിസ് അസീസി എങ്ങനെ തന്റെ സെക്രട്ടറിയായ ലയോ കണ്ടോ, ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതും ഒരു ആത്മബന്ധമായിട്ടല്ലേ നമുക്ക് തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഈ കർദിനാള് ലയോ എന്ന് പേരെടുക്കുമ്പോൾ അദ്ദേഹം ഒരു പക്ഷേ ലോകത്തോട് പറയുകയാണ്, ഫ്രാൻസിസ് അസീസിയുടെ സെക്രട്ടറി ആയിരുന്ന ലയോ പിന്നീട് സഭയെ എങ്ങനെ നയിച്ചോ അതുപോലെ ഞാൻ എൻ്റെ മുൻഗാമിയായ ഫ്രാൻസിസ് എന്നെ നിയമിച്ചതാണ് കർദിനാളായിട്ട്. ഞാൻ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അദ്ദേഹം തുടർന്ന മൂല്യങ്ങൾ തുടർന്നു കൊണ്ടുപോകുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ആത്മീയമായൊരു സെക്രട്ടറി പോലെ സ്വർഗത്തിലിരിക്കുന്ന ഫ്രാൻസിസിൻ്റെ ഒരു സെക്രട്ടറിയായി ഭൂമിയിൽ ആ ഒരു ഇടയ ദൗത്യം തുടർന്നു കൊണ്ടുപോകുന്ന ഒരു ചിന്തയായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു പേരിന് പിന്നിലുള്ള രഹസ്യവും അതോടൊപ്പം തന്നെ ഒരു ആത്മീയ കാഴ്ചപ്പാടും എന്ന് എനിക്ക് തോന്നുകയാണ് ആച്ചാ.